ഞാനിപ്പോൾ ചാണ്ടി ഉമ്മനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് 10 ദിവസത്തിനുള്ളിൽ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ടുള്ള നേരത്തെ നിശ്ചയിച്ച 5 ലക്ഷം രൂപ എത്തിക്കാമെന്നാണ്. അപ്പോൾ 10 ദിവസം കൊണ്ട് നമുക്ക് ആ പൈസ നടക്കും. വീടിൻ്റെ പണിക്ക് വേണ്ടിയിട്ടുള്ള പൈസ നമുക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ ഇനി നമുക്ക് 2 കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും. ഒന്ന്, മകളുടെ ചികിത്സ. അത് പൂർണ്ണമായിട്ടും സർക്കാർ ഏറ്റെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലും വിഷയമില്ല. പക്ഷേ മകൻ്റെ കാര്യത്തിൽ നമുക്കൊരു സ്ഥിര നിയമനം വേണം. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ആശങ്കയുണ്ട്? മോനുമായിട്ടത് സംസാരിക്കാൻ പറ്റിയ സമയമല്ലെന്നറിയാം. പക്ഷെ അവൻ എന്തോ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് പറഞ്ഞത് നവനീത് വിസുദ്ധൻ? അവൻ പറഞ്ഞത് അവന്റെ മാതാവ് മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെടുമായിരുന്നു. ആ മെഡിക്കൽ കോളേജ് മരണപ്പെട്ടെടുത്ത് ഇപ്പൊ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാ, അവൻ അത് താങ്ങാൻ പറ്റത്തില്ല, വിഷമമാവും. അതുകൊണ്ട് അത് ബുദ്ധിമുട്ടാന്ന് അവൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അവൻ പഠിച്ച രീതിയിൽ എവിടെങ്കിലും അവൻ പഠിച്ച ബിടെക് എഞ്ചിനീയറിംഗാ, അതേ കണക്ക് എവിടെങ്കിലും അവനൊരു തൊഴിൽ കിട്ടിയാൽ നന്നായിരിക്കും. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ജോലി വേണ്ട, അതല്ലാതെ മറ്റെവിടെയെങ്കിലും ബിടെക് യോഗ്യത വെച്ചുകൊണ്ടുള്ള ഒരു ജോലി വേണം. അതാണ് എവിടെങ്കിലും അതാണ് ആവശ്യം. അപ്പം മെഡിക്കൽ കോളേജിൽ അവന് പണിയെടുക്കാൻ പറ്റത്തില്ല. അവൻ അവിടെ അമ്മ മരിച്ച സ്ഥലമാണ്. അതുകൊണ്ട് അവൻ എപ്പോഴും ആ ഓർമ്മയിലായിട്ട് നിൽക്കും. അത് ഇതിൽ കൂടുതൽ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.